പോൾ ചേഞ്ചിങ് മോട്ടോർ, പോൾ ചേഞ്ചിങ് ഇൻഡക്ഷൻ മോട്ടോർ, നോ ലോഡ് ടെസ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മീറ്റേഴ്സുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വയറിംഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 400 വോൾട്ടേജ് സെറ്റ് ചെയ്യും. റീഡിംഗ് ബൈ 2 ആണ്. ഇവിടെ വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡിംഗ് കാണിക്കുന്നതിനാൽ നമ്മൾ മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷർ കോയിലോ അല്ലെങ്കിൽ കറണ്ട് കോയിലോ ഇന്റർചേഞ്ചിന് ശേഷം മീറ്റർ റീഡിംഗ് പോസിറ്റീവ് ഈ കിട്ടുന്ന റീഡിംഗ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ W1 വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ടെർമിനൽസ് ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. അതാണ് ഇനി നടക്കുന്നത്. അപ്പോൾ നമ്മൾ മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്തു, ഇനി അതിൻ്റെ വാട്ട് മീറ്ററിൻ്റെ ടെർമിനലിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഇനി വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാണ് മെഷീൻ. മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു, ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ, 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് റേറ്റഡ് വോൾട്ടേജിലേക്ക് കൊണ്ടുവരികയാണ്. റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 400 വോൾട്ടാണ്. വോൾട്ടേജ് 400 നമ്മൾ സെറ്റ് ചെയ്തു. ഇനി കറണ്ട് നമ്മൾ നോട്ട് ചെയ്യാം. നമ്മുടെ മീറ്ററിന്റെ റേഞ്ച് 0 to 5 നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന റീഡിങ്ങിന്റെ പകുതി ആയിരിക്കും ആക്ച്വൽ റീഡിങ്. അതായത് I = 4.25. അപ്പോൾ നമ്മൾ നേരത്തെ ഈ വാട്ട് മീറ്റർ W1 മൈനസ് ആണ്, നെഗറ്റീവാണ് റീഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെർമിനൽ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് റീഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മൾ റീഡിങ് എഴുതുമ്പോൾ അത് മൈനസായി തന്നെ എഴുതണം. ഇപ്പോൾ W1ന്റെ പവർ എന്ന് പറയുന്നത് ഈ വാട്ട് മീറ്ററിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 4 ആണ്. അപ്പോൾ ഈ ആക്ച്വൽ റീഡിങ്, അതായത് കാണുന്ന റീഡിങ് ഇൻറ്റു 4, അതായത് 150 × 4 600 വാട്ട്, അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി W2 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 220 ആണ് വിസിബിൾ. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് W1 വാട്ട് മീറ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 4 ഇനിയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് നോ ലോഡ് ടെസ്റ്റ് ലോ സ്പീഡിലാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റിൻ്റെ റീഡിങ് കഴിഞ്ഞു. ഇനി മെഷീൻ ഓഫ് ചെയ്യാം. നോ ലോഡ് ലോ സ്പീഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഹൈ സ്പീഡ് നോ ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ ടെർമിനലിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ഹൈ സ്പീഡിലേക്ക് മാറ്റി. അത് അപ്പോൾ നമ്മുടെ ഈ മീറ്റേഴ്സ് ഒന്നും കണക്ഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. S1 നിന്ന് S4 കണക്ട് ചെയ്തു. S2 നിന്ന് S6 കണക്ഷൻ ചേഞ്ച് ചെയ്തു. S3 നിന്ന് S5 കണക്ഷൻസ് ചേഞ്ച് ചെയ്തു. തുടർന്ന് S1, S2, S3 മൂന്നും കൂടി ഷോർട്ട് ചെയ്ത് സ്റ്റാർ പോയിന്റ് ആക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ മോട്ടോറിന്റെ ഹൈ സ്പീഡ് നോ ലോഡ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിനുവേണ്ടി വയറിങ്ങിൻ്റെ മാറ്റങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും മോട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് വോൾട്ടേജ് 400 വോൾട്ടേജ് ആക്കും. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും. ഇനീഷ്യലി ഹൈ കറണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. വോൾട്ടേജ് വളരെ കുറവാണ്. ഇനി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന മോട്ടർ സ്പീഡ് അറ്റൻഡ് ചെയ്തു. ഇത് 400 വോൾട്ടിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വോൾട്ട് മീറ്ററിൽ 400 വോൾട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് റീഡിങ് എടുക്കുകയാണ്. അപ്പോൾ 2.55. അടുത്തായിട്ട് W1 റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ കാണുന്നത് എപ്പോഴും W1 നമ്മൾ നെഗറ്റീവ് റീഡിംഗ് ആണ് നമ്മൾ കാണേണ്ടത്. 70x4 280 വാട്ട് പവറാണ് ഇതിനകത്ത് റീഡിംഗ്. W2 റീഡിംഗ് ആണ് ഇപ്പോൾ കാണുന്നത് 140 ആണ് കാണുന്നത്. × 4 560 വാട്ട്. W2 റീഡിങ് 560 വാട്ട്. അപ്പോൾ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു. നമുക്കിനി മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യാം. ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറച്ച് കൊണ്ടുവരിക. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മളിനി അടുത്തായി ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ്, ലോ സ്പീഡിൻ്റെ ബ്ലോക്ക് റോട്ടർ ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി വയറിംഗ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റോട്ടർ ബ്ലോക്ക് ചെയ്യാം. ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ സ്വിച്ച് ഓൺ ചെയ്യുക. അതിനുശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫുൾ ലോഡ് കറണ്ട് അപ്ലൈ ചെയ്യുക. 7.8 ആണ് നമ്മുടെ കറണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയും നമ്മുടെ വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡ് ചെയ്യാണ്. ഈ സമയത്ത് നമ്മൾ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ടെർമിനൽസ് മാറ്റി കണക്ട് ചെയ്യുക. വോൾട്ടേജ് കുറയ്ക്കുക. ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് കുറയ്ക്കുക. വീണ്ടും മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫോമർ റൊട്ടേറ്റ് ചെയ്തിട്ട് 7.8 ആംബിയർ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 7.8 ആംബിയർ സെറ്റ് ചെയ്തു. ഇപ്പോൾ W1 ഇപ്പോൾ കാണിക്കുന്നത് വോൾട്ടേജ് എത്രയുണ്ട്? 0 ആണ്. 142. W2 കാണിക്കുന്നത് 90 കാണിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 4. 90 × 4 360. 142. വോൾട്ട് മീറ്റർ റീഡിങ് നമുക്ക് നോക്കാം. വോൾട്ടേജ് മീറ്റർ 0 to 150 റേഞ്ചുള്ള മീറ്ററാണ്. ഇപ്പോൾ കാണിക്കുന്നത് 142 വോൾട്ടേജ് ആണ് വോൾട്ട് മീറ്റർ റീഡിങ്. ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് ഹൈ സ്പീഡാണ്. 15 മീറ്ററൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. റോട്ടർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ട് റേറ്റഡ് കറണ്ട് 11 ആംപിയർ. റേറ്റഡ് കറണ്ട് 11 ആംപിയർ ആണ്. 10 10.5. ഓക്കെ. ഇപ്പോൾ 11 ആംപിയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ റീഡിങ്ങുകളും എടുക്കാം. വോൾട്ടേജ്
വോൾട്ട്മീറ്റർ 0 to 150 വോൾട്ടിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന റേഞ്ച്. അപ്പോൾ കാണുന്ന റീഡിങ് 124 വോൾട്ട്. കറണ്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തത് 11 ആംപിയർ. വാട്ട് മീറ്റർ 1 റീഡിങ് 0. വാട്ട് മീറ്ററിൽ 2 റീഡിങ് ഇപ്പോൾ കാണിക്കുന്നത്, വാട്ട് മീറ്റർ റീഡിങ് കാണിക്കുന്നത് 2350 ഇൻറ്റു 0.5. അതാണ് ആക്ച്വൽ വാട്ടേജ്. അപ്പം പവർ 1175, അതാണ് ആക്ച്വൽ പവർ. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആഡ് ചെയ്തിട്ടുള്ള റീഡിങ്. മിനിമത്തിലേക്ക് കൊണ്ടുവരിക, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ഇവിടെ അവസാനിച്ചു.